ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. ഒഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ജി. ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് സി. പി. രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ. എം. പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളും മുനിമാരും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 44. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഏകീകൃത സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ നയങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി. ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A ഉറപ്പുവരുത്തുന്നത് 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിന്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ കെ. എൻ. രാജ്. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് അമൂൽ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതു കായലിലാണ്? പുന്നമട കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിച്ചതെവിടെ? പുനലൂർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O രക്തഗ്രൂപ്പ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റമിൻ ബി, വിറ്റമിൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചകങ്ങളിൽ ശരിയായവ: അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് അനോഫിലിസ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനിയുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലീ രോഗമാണ് അമിത രക്തസമ്മർദ്ദം.
കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോഗ്രാമിൽ കവിയും. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ താപനില അളക്കാൻ. യു-ടേൺ എടുക്കുവാൻ അനുവദനീയമല്ലാത്തത് എവിടെയാണോ യു-ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലും നിരോധിച്ചിരിക്കുന്നത്, ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെട്ട പോയിന്റ് ബൈറ്റിംഗ് പോയിന്റ്. ഒരു ജംഗ്ഷന് നേരെ പോകുന്നതിനുള്ള സിഗ്നലിന്റെ ആവശ്യമില്ല. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചെലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത 12 കിലോമീറ്റർ പ്രതി ലിറ്റർ. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ. വാഹനത്തിന്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ബ്രേക്ക്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഡ്രൈവിംഗ് റെഗുലേഷൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത്? ഗ്ലോ പ്ലഗ്. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനമോടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലയളവാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം വീൽ ബേസ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിസിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് കിക്ക്. എന്താണ് ഷോൾഡർ ചെക്ക്? ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത്. കൂളന്റ് ഉപയോഗിക്കുന്നത് എഞ്ചിൻ തണുപ്പിക്കാൻ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ബ്ലൈൻഡ് സ്പോട്ട്. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ബ്രേക്ക് ഫേഡിംഗ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ്? കോൺവെക്സ്. വാഹനത്തിൽ രാസോർജ്ജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം എഞ്ചിൻ. BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി 5 വർഷം. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് സ്കൂൾ ബസ്സിന്. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ടയറിലെ വായുസമ്മർദ്ദം അളക്കാൻ. കോസ്റ്റിംഗ് എന്നാൽ ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പരമാവധി പിഴ 1000 രൂപ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ബ്ലീഡിംഗ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഘർഷണം കുറയ്ക്കുക, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക. വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്, ജലം എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നിലെ ചക്രങ്ങൾ. ഹൈഡ്രോളിക് പവർ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ സ്റ്റിയറിംഗിൽ ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം മോട്ടോർ ക്യാബ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ. താഴെ പറയുന്നവയിൽ ഏത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത്? വേഗത കുറയ്ക്കാൻ. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡിപ്പിഡ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണങ്ങൾ അമിതഭാരം കയറ്റിയ ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. താഴെ പറയുന്നവയിൽ ഏതു വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനം. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 25 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിനു കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു റെന്റ് ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഇതൊന്നുമല്ല.
താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസിലെടുക്കാവുന്നത്? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്? ന്യൂമാറ്റിക്.